ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും പിണറായി വിജയൻ പ്രഖ്യാപിച്ച ഫയൽ അദാലത്ത് പാളിയിരിക്കുന്നു. ലക്ഷ്യമിട്ടതിന്റെ പകുതി പോലും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും നേരിട്ടിടപെട്ടിട്ടും അദാലത്ത് പാളിയത് സർക്കാരിന് കനത്ത തിരിച്ചടി കൂടിയാണ്. ഈ മാസം 31-നാണ് അദാലത്ത് സമാപിക്കുക. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുകയാണ്. നമസ്കാരം, ഗുഡ് മോർണിംഗ് രാജീവ്. ഈ പിണറായി വിജയൻ സർക്കാർ, ആദ്യത്തെ പിണറായി വിജയൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സെക്രട്ടേറിയറ്റിന് പിന്നിലുള്ള പന്തലിൽ നിന്ന് ഒരു പ്രഖ്യാപനം നാം കേട്ടു, ഒരു ഓർമ്മപ്പെടുത്തൽ നാം കേട്ടു. ഓരോ ഫയലിലും ഉറങ്ങുന്നത് ഓരോ ജീവിതമാണെന്ന്, ഓരോ ജീവനാണെന്ന്. അതിൻ്റെയൊക്കെ ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ടോ ഈ ഇത്രയും വർഷം ഭരിച്ചപ്പോൾ? രാജീവ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഓരോ ഫയലും ഓരോ ജീവിതമാണ്, അതിൽ ഉറങ്ങുന്നത് ഓരോ ജീവിതങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് ഈ ജീവിതങ്ങളെ ബാധിക്കും, സാധാരണക്കാരെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫയലുകൾ എത്രയും വേഗം പരിഹാരം കണ്ട് അവർക്ക് ആവശ്യമായ നീതി ഉറപ്പാക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി അന്ന് പ്രഖ്യാപിച്ചത്. പക്ഷെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമല്ലാതെ പിന്നീട് ഇങ്ങോട്ടും ഒന്നും നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായാലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തായാലും ഫയലുകൾ സെക്രട്ടേറിയറ്റിലും വിവിധ ഡയറക്ടറേറ്റിലുമൊക്കെ കെട്ടിക്കിടക്കുകയാണ്. പല ഘട്ടങ്ങളിലും ഫയൽ അദാലത്തുകൾ നടത്താറുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ച് പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. എത്രയും വേഗം ഫയലുകൾ പരിഹരിക്കണം, ഈ ഫയലുകളിൽ നീതി ഉറപ്പാക്കണം, ആരാണോ പരാതിയുമായി എത്തുന്നത് അവർക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി ഈ ഫയലുകളിൽ കൃത്യമായി ഇടപെടലുകൾ വകുപ്പുകൾ നടത്തണമെന്നൊക്കെ നിർദ്ദേശം നൽകുമ്പോഴും അതൊന്നും നടപ്പാകുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ, ഇപ്പോൾ പുറത്തു വരുന്ന രേഖകൾ. അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷവും സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ ഡയറക്ടറേറ്റുകളിലുമൊക്കെ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ചീഫ് സെക്രട്ടറിക്ക് ആദ്യം മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. വകുപ്പ് മേധാവിമാരുടെ യോഗം വിളിച്ചു കൂട്ടണം, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണം, ഈ ഫയലുകൾ അദാലത്ത് വഴി എത്രയും വേഗം പരിഹരിക്കണം, അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വേണമെന്ന ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി ആദ്യം അദാലത്ത് വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഏതാണ്ട് 80% ഫയലുകൾ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ കെട്ടിക്കിടക്കുന്നു എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഒരു ഗുരുതരാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ആവശ്യങ്ങൾ, പല പല ആവശ്യങ്ങളുമായി സാധാരണക്കാർ നൽകിയ പരാതികളൊക്കെയാണ് ഈ ഫയലുകൾ ഒതുങ്ങുന്നത്. ആരോഗ്യവകുപ്പിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലും ഒക്കെ ഫയലുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അതായത് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വകുപ്പുകളാണ്. ആ വകുപ്പുകളിൽ പോലും ഒന്നും നടക്കാത്ത ഒരു സാഹചര്യം. ഇതോടെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഒരു ഫയൽ അദാലത്ത് പ്രഖ്യാപിച്ചത്. ഇതിന്റെ തുടക്കമൊക്കെ നമുക്കറിയാം. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്, മുഖ്യമന്ത്രി നേരിട്ടും അതുപോലെ തന്നെ മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും ഒക്കെ നേരിട്ടിറങ്ങി ഈ ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുമെന്നായിരുന്നു. എന്നാൽ ഒന്നും നടന്നില്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ജൂലൈ 1 മുതൽ ആഗസ്റ്റ് 31 വരെയായിരുന്നു ഈ ഫയൽ അദാലത്ത് സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതെങ്കിൽ ഇനി 3 ദിവസം മാത്രമാണ് ഇത് അവസാനിക്കാൻ ശേഷിക്കുന്നത്. ഇപ്പോഴും പകുതി ഫയലുകൾക്ക് പോലും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല, പകുതി ഫയലുകൾ പോലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുതയാണ് നിലനിൽക്കുന്നത്. അതായത് സെക്രട്ടേറിയറ്റിലും വിവിധ വകുപ്പുകളിലും ഡയറക്ടറേറ്റുകളിലും ഒക്കെയായി ഈ ഫയലുകൾ ഇങ്ങനെ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടും അതിന് പുല്ല് വിലയാണ് വിവിധ വകുപ്പുകളും ഡയറക്ടറേറ്റുകളും ഒക്കെ നൽകുന്നത് എന്നതാണ് വസ്തുത. KSEB പോലെയുള്ള വകുപ്പുകളിൽ നിന്ന് ഒരു തരത്തിലുള്ള ഫയൽ നീക്കവും നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ 10 വകുപ്പുകളിൽ ഇപ്പോഴും ഫയൽ നീക്കം എങ്ങും എത്താത്ത സാഹചര്യമാണ്. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി ദിവസങ്ങൾ മാത്രമേ ഈ ഫയൽ അദാലത്ത് അവസാനിക്കാൻ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ നേരിട്ടിറങ്ങണം, വകുപ്പ് സെക്രട്ടറിമാർ നേരിട്ടിറങ്ങണമെന്ന് വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ 3 ദിവസം കൊണ്ട് എത്രത്തോളം ഫയലുകൾക്ക് പരിഹാരം കാണാനാകും എന്നത് ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഫയലുകൾക്ക് എങ്ങനെ, ഈ പണം നൽകേണ്ട പദ്ധതികൾക്ക് എങ്ങനെ പരിഹാരം കാണും എന്ന കാര്യത്തിൽ വകുപ്പുകൾക്കും ഒരു വ്യക്തതയില്ല. അതൊരു പ്രശ്നമായി തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാതെ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഫയലുകൾ പരിഹരിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് വകുപ്പ് സെക്രട്ടറിമാർ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഇനി 3 ദിവസത്തിനകം ഫയൽ അദാലത്ത് അവസാനിക്കും. ഒന്നുകിൽ ഈ ഫയൽ അദാലത്തിന്റെ കാലാവധി നീട്ടി നൽകേണ്ടി വരും. അങ്ങനെ നീട്ടി എത്ര നാൾ കൊണ്ടുപോകാൻ കഴിയുമെന്നത് ഒരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി തന്നെ വലിയ തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. എന്തെന്ന് വെച്ചാൽ
മുഖ്യമന്ത്രി നേരിട്ടാണ് ഈ ഫയൽ അദാലത്ത് പ്രഖ്യാപിച്ചത്. ഈ ഫയലുകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകിയത് മാത്രമല്ല, നമുക്കറിയാം നേരത്തെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു സംഭവമുണ്ട്. ഈ ഫയൽ അദാലത്ത് പ്രഖ്യാപിച്ചപ്പോൾ CPM-ന്റെ നേതൃത്വത്തിലുള്ള സംഘടന ഈ ഫയൽ അദാലത്ത് ഏറ്റെടുക്കുകയും ഫയലുകൾ തങ്ങൾക്ക് നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത് ജനൻ TV-യാണ് പുറത്തുവിട്ടത്. അന്ന് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി നേരിട്ട് ഫയൽ അദാലത്ത് പ്രഖ്യാപിച്ചതും മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും നേരിട്ട് ഈ ഫയൽ അദാലത്തിൽ പങ്കെടുക്കണം, ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിനൊക്കെ പുല്ലുവില നൽകി ഈ വകുപ്പുകളിൽ ഫയലുകൾ ഇങ്ങനെ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. പ്രദീപ്. ശരി രാജീവ്, എന്തായാലും തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കിതിന്റെ വിശദാംശങ്ങൾ തേടണം. ഏതൊക്കെ ജീവിതങ്ങളാണ് ഈ പറയുന്ന ഫയലുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്, ഏത് വിഭാഗങ്ങളുടെ ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത്, എന്തൊക്കെ ആനുകൂല്യങ്ങൾ അതല്ലെങ്കിൽ ന്യായമായി ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് എന്നുകൂടി നമുക്ക് നമ്മുടെ ടീമിനും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഒരു സംഘടനയെയും ഒരു സർക്കാരിനെയും ഒരു ഉദ്യോഗസ്ഥരെയും അനുവദിക്കില്ല എന്നുള്ള കാര്യം കൂടി ഈ തരുണത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ചെറിയൊരു